നമസ്കാരം. ഇന്നത്തെ കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം. കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ കാത് ലാബ് പ്രവർത്തനം മുടങ്ങിയിട്ട് 5 മാസം. ഹൃദ്രോഗ ചികിത്സയ്ക്ക് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി എന്നിവ ചെയ്യുന്നതിന് സ്റ്റെന്റും അനുബന്ധ ഉപകരണങ്ങളും നൽകിയ വകയിൽ വിതരണക്കാർക്ക് നൽകാനുള്ള 2.5 കോടിയോളം രൂപ കൊടുക്കാത്തതാണ് കാത് ലാബിന്റെ പ്രവർത്തനത്തെ ബാധിച്ചത്. സ്റ്റെന്റും സാധനങ്ങളും നൽകുന്നത് ഏപ്രിൽ 1 മുതലാണ് വിതരണക്കാർ നിർത്തിയത്. ADGP MR അജിത് കുമാർ അടക്കമുള്ളവർക്കെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഒത്തുതീർപ്പിന് വഴങ്ങി PV അൻവർ MLA. ഒരു സഖാവെന്ന നിലയിലാണ് വിഷയത്തിൽ താൻ ഇടപെട്ടത്. ഇക്കാര്യത്തിൽ തന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞെന്നും അൻവർ വളരെ ലാഘവത്തിൽ പറഞ്ഞൊഴിഞ്ഞു. കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന പീഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം 455 സ്ഥലങ്ങളിലെ പരിശോധന നടത്തി. സംസ്ഥാനത്താകെ 37 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ADGP അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട സംഘത്തിൽ DGPക്ക് കടുത്ത അതൃപ്തിയെന്ന് റിപ്പോർട്ട്. സംഘാംഗങ്ങളെ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ DGP മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. ഇതോടൊപ്പം അന്വേഷണ സംഘത്തിലുള്ള 4 പേരും അജിത് കുമാറിനേക്കാൾ റാങ്ക് കുറഞ്ഞവരാണെന്നതും അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി തൃശൂരുകാർ ജയിപ്പിച്ചുവിട്ട സുരേഷ് ഗോപിയെ മണ്ഡലത്തിൽ ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് കാര്യം. സ്വന്തമായി ഓഫീസ് തുറന്നാകും പ്രവർത്തനമെന്നാണ് സുരേഷ് ഗോപി അറിയിച്ചിരുന്നത്. എന്നാൽ MPയും കേന്ദ്രമന്ത്രിയുമായി ചുമതലയേറ്റ് 3 മാസം കഴിഞ്ഞെങ്കിലും ഇതുവരെയും കേന്ദ്രമന്ത്രിക്ക് സ്വന്തം ജില്ലയിൽ ഓഫീസില്ല. ഒരു പേഴ്സണൽ സ്റ്റാഫ് മാത്രമാണ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു മുറിയിൽ ഇപ്പോഴും ഉള്ളത്. സ്വർണ്ണക്കടത്തു കേസിൽ സുജിത് ദാസിന് നോട്ടീസ് അയക്കാൻ കസ്റ്റംസ് നടപടി ആരംഭിച്ചു. SP സുജിത് ദാസ് പിടികൂടിയ സ്വർണ്ണക്കടത്തു കേസുകൾ പരിശോധിക്കും. SP-യുടെ പ്രത്യേക സംഘം വിമാനത്താവളത്തിന് പുറത്തുവെച്ച് പിടികൂടിയ സ്വർണ്ണക്കേസുകളിൽ ആണ് നഷ്ടം സംഭവിച്ചതെന്ന നിഗമനത്തിലാണ് അന്വേഷണം നടക്കുക. കസ്റ്റംസ് ആക്ട് ലംഘിച്ച് പിടിച്ച സ്വർണം അളവിൽ മാറ്റം വരുത്തി തെളിവ് നശിപ്പിച്ചെന്ന് കസ്റ്റംസ് ആരോപണം. തൃശൂർ പൂരം കലക്കിയതിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി ആരാണെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ കാര്യത്തിൽ ശക്തമായ നിലപാട് സർക്കാർ എടുക്കണം. ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. പൂരം കലക്കിയത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനാണ്. അതുവരെ മത്സരം UDFും LDFും തമ്മിലായിരുന്നു. അതാണ് ഒറ്റ രാത്രി കൊണ്ട് അട്ടിമറിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മലയാള സിനിമയെ പിടിച്ചുലച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അലയൊലികൾ അന്തർദേശീയ മാധ്യമങ്ങളിലും ചർച്ചയാവുന്നു. സിനിമാ വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കിയ മീറ്റു കൊടുങ്കാറ്റുകളെ പറ്റി ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമങ്ങളിലൊന്നായ ന്യൂയോർക്ക് ടൈംസും വാർത്ത നൽകിയിരിക്കുകയാണ്. മീറ്റുവിൽ വിറച്ച് ദക്ഷിണേന്ത്യൻ സിനിമ എന്നർത്ഥം വരുന്ന തലക്കെട്ടിൽ ഓഗസ്റ്റ് 30-നാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. പോർബന്ദറിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് കടലിൽ വീണ് പൈലറ്റായ മലയാളിക്ക് ദാരുണാന്ത്യം. മാവേലിക്കര സ്വദേശിയായ പൈലറ്റാണ് മരിച്ചത്. പോർബന്ദറിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തിയതാണ് ഹെലികോപ്റ്റർ. സീനിയർ ഡെപ്യൂട്ടി കമാൻഡന്റ് കണ്ടിയൂർ പറക്കടവ് നന്ദനത്തിൽ വിപിൻ ബാബുവാണ് മരിച്ചത്. അതിഥി തൊഴിലാളി രജിസ്ട്രേഷൻ ഏകീകൃത പോർട്ടലും മൊബൈൽ ആപ്ലിക്കേഷനും വികസിപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആധാർ അധിഷ്ഠിതമായ യൂണിക് നമ്പർ നൽകി വിവിധ ഏജൻസികൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കും. നടൻ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ച് ഉത്തരവ് പുറത്തിറക്കി. നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടി ഹൈക്കോടതി. ഹർജി ഈ മാസം 13-ന് പരിഗണിക്കാനായി മാറ്റി.
മുക്കം പെരുമ്പടപ്പിൽ വിദേശ മദ്യശാലയ്ക്ക് അനുമതി നൽകിയ വിഷയത്തിൽ നഗരസഭാ ചെയർമാനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നതിനിടെ മുക്കത്ത് സംഘർഷം. ഭരണപക്ഷത്തെ താങ്ങി നിർത്തിയിരുന്ന ലീഗ് വിമതർ അബ്ദുൽ മജീദ് പോലീസ് സംരക്ഷണത്തോടെ എത്തിയപ്പോൾ ഇടതുമുന്നണി പ്രവർത്തകർ തടയുകയായിരുന്നു. സംഘർഷത്തിൽ മജീദിന് പരിക്കേറ്റു. ഇതോടെ പോലീസ് ലാത്തി വീശി. ഏറെ നേരം പോലീസ് പണിപ്പെട്ടാണ് സംഘർഷാവസ്ഥ ഒഴിവാക്കിയത്. ഇതോടെ കോഴിക്കോടൻ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.